ഇതാണ് എൻ്റെ പേരക്കുട്ടി. ഇന്ന് ഇവനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇവനൊരു ഇൻ്റർവ്യൂവിൽ വെച്ച് നടന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. ഇതാണ് എൻ്റെ പുസ്തകം. ഗൾഫാൻ ക്ലാസ് കുറച്ചൊക്കെ കാടുണ്ടല്ലോ. എനിക്ക് 5 വർഷമൊക്കെ ആയപ്പോൾ സ്പേസ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതി. ആ ബുക്കാണ് ആകാശ വിസ്മയം എന്ന സോളാർ സിസ്റ്റത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബുക്ക്. കാഷ്വലായി വർക്ക് ചെയ്യുന്ന പോലെയല്ല, റാമ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഡബിങ് ആണ് ചെയ്തത്. ആദ്യം ഡബ് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നത് എങ്ങനെ ഫസ്റ്റ് ടൈമായിരുന്നു എങ്ങനെ ഡബ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു സ്ക്രീനിൽ അവരുടെ ഷോട്ട് കാണിച്ചതും ആ മൂമെൻറ്റിൽ ഞാൻ അവർ ഡയലോഗ് പറയുന്നു. ആ മൊമെൻറ്റിൽ അത് പറയുന്നു. ഞാൻ ചെറുതാവുമ്പോൾ വലുതാണ്, പക്ഷെ വയസ്സാവുമ്പോഴും ഞാൻ ചെറുതാവും. ഊട്ടി ശൃംഗാര വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിന് അത്യാവശ്യം ദൂരമുള്ള ഒരു പ്ലേസാണ്. നല്ല എലഫന്റ് ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലത്തിലൂടെ ഞങ്ങൾ പോയി അവസാനം ലൊക്കേഷനിലെത്തി. തെലുങ്ക് നല്ല വേഷം തന്നെ ചില ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടായി. ലാംഗ്വേജ് പ്രോബ്ലംസ് എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്? അവര് പറയുമ്പോൾ ഒരു ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ കൂട്ടിയായിരുന്നു പറയാറ്. അവരുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ. അപ്പൊ നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു? ഞങ്ങൾ നല്ലോണം പറഞ്ഞ് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഭാഷ എനിക്ക് മനസ്സിലായി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും മാനേജ് ചെയ്തു. നല്ല രസമായിരുന്നു ആദ്യത്തെ തെലുങ്ക് പാഠം. അപ്പൊ എത്ര മോഡലിംഗ് കമ്പനികളായിട്ടാണ് ഇപ്പം ഇതിനോടകം മോഡൽ ആയിട്ടുള്ളത്? കമ്പനി കുറേ കമ്പനികൾ ചെയ്തിട്ടുണ്ട്. റാംഷോയിൽ 5 കമ്പനി, അല്ലാണ്ട് മീഷോ, ഫ്ലിപ്കാർട്ട്, സൈബോ അങ്ങനത്തെ കുറെ ഓൺലൈൻ ഷോപ്പീസും അങ്ങനത്തെ കമ്പനികളുണ്ട്. പിന്നെ മോഡലിംഗ് റാമ്പിങ്ങിന്റെ കമ്പനീസും ഉണ്ട്. മോഡലിംഗ് ആണോ ആക്ടിംഗ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? രണ്ടും ഒരേപോലെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മോഡലിംഗ് പറഞ്ഞാൽ ഡയലോഗ് കുറവാകും, ചിലത് ഡയലോഗ് ഉണ്ടാവും. ഇപ്പോൾ മോഡലിംഗ് മീഷോയിൽ ഡ്രസ്സിന്റെ മോഡലായി വരുമ്പോൾ അതിൽ ഡയലോഗ് ഒക്കെ കുറവാകും. അതിൻ്റെ ചില ഈസി മോഡലിംഗ് വരുന്നുണ്ട്. ആക്ടിങ് ആകുമ്പോൾ അതിനായ പ്രാക്ടീസും അതിന്റെ ഡയലോഗൊക്കെ ഉണ്ടാവും. രണ്ടും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ പഠനവും വരുന്നുണ്ടല്ലോ, മോഡലിങ്ങും നല്ല പരിപാടിയെല്ലാം പോകുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ കൂടുതൽ ഷോവും സൺഡേ, സാറ്റർഡേ അല്ലെങ്കിൽ വെക്കേഷൻ സമയത്തായിരിക്കും കുറെ ഷോസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പഠനത്തിന് അത് ബുദ്ധിമുട്ടാവുന്നില്ല. വേദിക്കിന്റെ തല എവിടെയാണ് വരുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മലപ്പുറത്ത് അരീക്കോടാണ് വീട് വരുന്നത്. അമൃത വിദ്യാലയത്തിലെ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ. ഇപ്പൊ സ്കൂളിൽ സപ്പോർട്ട് ചെയ്യേണ്ട വെച്ചാൽ സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ആവാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ കുട്ടികളെയും ഒരു നോർമലായി തുറക്കാനാണ് ഇഷ്ടമാണ്, അതേപോലെ നടക്കാനാണ് ഇഷ്ടം. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. അമ്മ അതേ സ്കൂളിൽ തന്നെ ഹൈസ്കൂൾ ടീച്ചറാണ്. രണ്ടുപേരും ടീച്ചറാണ്. സലാമിയ മസൂദി എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ടല്ലേ? ആ മൂവി ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞങ്ങളുടെ നാട്ടിൽ വെച്ചായിരുന്നു, തിരൂരായിരുന്നു, മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ഓക്കെ. അതൊരു മുസ്ലിം ക്യാരക്ടറായിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് വലിയ പ്രോബ്ലം അല്ല, എന്നാലും ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്തോ? അറബിക് വേർഡ്സ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തു. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ സീനൊക്കെ ഉണ്ട്. അന്ന് അമീബിക് മസ്തിഷ്കജ്വരം പറഞ്ഞൊരു സമയത്തായിരുന്നു സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെള്ളത്താണ് വൈറസ് കൂടുതൽ കാണപ്പെടുക. ഇപ്പോൾ വെള്ളത്തിലുള്ള ഷൂട്ട് അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? വെള്ളമൊക്കെ എന്ത് ചെയ്തു? ക്ലീൻ വാട്ടറാണ്. എന്നാലും ഇത് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് അവസാനം നന്നായിട്ട്
ചെയ്തു. ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് ഒരു സ്വന്തമായിട്ടൊരു പുസ്തകമൊക്കെ എഴുതിയെന്ന് കേട്ടു. എഴുതിയിട്ടുണ്ട്. ഇത് ആകാശ വിസ്മയം എന്നാണ് ആ ബുക്കിന്റെ പേര്. കാരണം എനിക്ക് 5 വയസ്സൊക്കെ ആയപ്പോൾ ഈ സ്പേസ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിൻ്റെതായി ഞാൻ ഇതിന്റെ വീഡിയോസും അതൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് അതിന് ക്രേസ് കൂടി. ആ ക്രേസോടെ ഞാനൊരു കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതി. ആ ബുക്കാണ് ആകാശ വിസ്മയം എന്ന സോളാർ സിസ്റ്റംസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, അടിപൊളി. ഈ ഇടയായിട്ട് ബെസ്റ്റ് കിഡ് എന്നുള്ള ടാഗ്ലൈൻ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പൊ ഈ റാം ഷോയിലും മോഡലിങ്ങിലൊക്കെ പോകുമ്പോൾ എന്താണ് ഇപ്പൊ മറ്റു കുട്ടികളോട് പറയാനുള്ളത്? അവര് പുതിയ കുട്ടികൾ ഇതുപോലെ വരാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്. എനിക്ക് പറയാന്ന് വെച്ചാൽ നമ്മൾ കാഷ്വലായി വർക്ക് ചെയ്യുന്ന പോലെയല്ല റാമ്പിൽ നമ്മൾ വർക്ക് ചെയ്തത്. അതിനായി കുറച്ച് പ്രാക്ടീസും ലാബും വേണം. അതേപോലെ പോസസ് കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ സെൽഫ് ഇൻട്രോയുള്ള പാജന്റ് ഷോസ് ആണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് പോകണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ടി എന്തൊക്കെയാണ് എഫേർട്ടാണ് എടുക്കാറുള്ളത്? മെന്റലി എന്തൊക്കെയാണ് ദേവിക്ക് എടുക്കാറുള്ളത്? അപ്പോൾ ഡയറക്ടർ എങ്ങനെ പറയുന്നു അത് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം എൻ്റെ കൂടെയുള്ള ചെറിയ അക്കൗണ്ടുകളൊക്കെ ഉള്ളൂ. അത് മാക്സിമം ഞാൻ പെർഫെക്റ്റ് ആക്കി ചെയ്യാം. അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? മാക്സിമം ആ ഒരു ക്യാരക്ടറിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനോട് ആക്ട് ചെയ്തിട്ടാണ് അതൊരു എൻ്റെ കഴിവിലൂടെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചു. അപ്പൊ ഇതുവരെ ചെയ്ത വർക്കില് ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം എന്താണ്? ഒരു ഹാപ്പി ഫൺ മൊമെന്റ് ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ എൻ്റെ പൊന്നച്ഛൻ എന്ന ഒരു ആൽബം ഉണ്ടായിരുന്നു. അതിൽ ഹില്ലൊക്കെ ക്ലൈംബ് ചെയ്തിട്ട് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് നല്ല വ്യൂവും നല്ല ഹാപ്പി മൊമെന്റ് ആയിരുന്നു. അതൊരു ഹാപ്പി ആയി തോന്നിയിട്ടുണ്ട്. ദേവിക്കിന് ഇപ്പം ശരിക്കും ഒരു മോഡൽ ആവാനാണ് ആഗ്രഹം അല്ലേ? ആക്ടർ മോഡലും മോഡല് ഒക്കെ ആവാനാണ് ആഗ്രഹം. അപ്പം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാണ്? ആരെയും ഇഷ്ടപ്പെട്ട ആരാണ്? ആക്ടേഴ്സ് ആയിട്ട് അപ്പൊ അതില് എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനത്തെ മമ്മൂട്ടിനെയാണ് കൂടുതലായിട്ട്. കാരണം അവരുടെ ആക്ടിങ്ങും ആ ഒരു പെർഫെക്ഷനും. മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഈ അടുത്ത ഏതെങ്കിലും സിനിമയൊക്കെ കണ്ടിരുന്നോ? ദൃശ്യം കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടോ? തുടരും കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. അപ്പൊ അതില് അവരുടെ ആക്ടിങ് ഒക്കെ കണ്ട് ഒബ്സർവ് ചെയ്യാറുണ്ടോ? അത് അവർ നല്ല പെർഫെക്റ്റ് ആയി ചെയ്യുന്നു. അതേപോലെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ദേവിക്ക് മോഹൻലാൽ ഫാനാണല്ലോ പറഞ്ഞത്. മോഹൻലാലിന് ഇഷ്ടപ്പെട്ട മൂവി ഏതാ? പഠിക്കാൻ പറഞ്ഞ മൂവി ഇഷ്ടമാണ്. പഠിതം ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിതത്തിലെ ഒരു ഡയലോഗ് ചെയ്താലോ? ഒരു ഡയലോഗ് 3 ഇമോഷൻസിൽ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് എന്റെ പുത്തൻ ഡ്രൈവിംഗ് ക്ലാസ്, ഇത് ചവിട്ടി പൊട്ടിച്ചാൽ നിന്റെ കാല് ഞാൻ വെട്ടും. ഇതൊരു 3 ഇമോഷൻസിൽ പറയാൻ പറ്റുമോ? ഒന്ന് സീരിയസ് ആയിട്ട് പറയാം, ഒന്ന് കോമഡി ആയിട്ട് പറയാം, ഒന്ന് ഇമോഷൻ ആയിട്ട് പറയാം. ഒന്ന് ട്രൈ ചെയ്താലോ? ഇതാണ് എന്റെ പുത്തൻ ഡ്രൈവിംഗ് ക്ലാസ്, ഇത് പൊടിച്ചാൽ കാലും കഴിച്ചിട്ടുണ്ട്. കോമഡി ആയിട്ട് പറയാം. ഇമോഷൻ ആയിട്ട് ചെയ്യാം. ഇതെന്റെ പുത്തൻ ഡ്രൈവിംഗ് ക്ലാസ്സാണ്, ഇത് ചവിട്ടി പൊട്ടിച്ചാൽ അപ്പൊ മൂവീസിലോ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കരയാൻ പെട്ടെന്നുള്ള സിറ്റുവേഷനിൽ കരയാനൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? പെട്ടെന്ന് എങ്ങനെയാണ് കണ്ണീരൊക്കെ വരുന്നത്? എന്ത് ചെയ്യും? ജ്യൂസിനെ യൂസ് ചെയ്യോ? ലേസറിനല്ല, ചിലപ്പോൾ യൂസ് ചെയ്യാം. നമ്മൾ ആർട്ടിഫിഷ്യലായി നമ്മളെ തന്നെയാണ് നമ്മളെ ലൈഫിലത്തെ സാഡ് മൊമെന്റ് ഫീൽ ചെയ്യാം. അപ്പം ഓട്ടോമാറ്റിക്കായി വിഷമം വരും. അങ്ങനെ സാഡ് ഇമോഷനായി ഞാൻ ചെയ്യുന്നു. ദേവിക്ക് മോഡലിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ടോ? നമ്മൾ മോഡലിങ്ങിനനുസരിച്ച് കൺട്രോൾ ചെയ്യണം. ഡെയിലി 10 minutes എക്സസൈസും ഡയറ്റും ഒക്കെ എക്സസൈസ് ചെയ്യാറുണ്ടോ ഡെയിലി? അത് കഴിഞ്ഞ് അത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയി കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് റാമ്പിലൊക്കെ പ്രിപ്പയർ. ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എന്താണ്? അങ്ങനെയൊക്കെ ഡെസേർട്ട്, ഐസ്ക്രീം അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ടോ ഇതിന് വേണ്ടിയിട്ട്? ഇതിനു വേണ്ടി മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. മന്തി കഴിക്കാറുണ്ടോ? ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്. ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതാണ് ടീം? പോർച്ചുഗൽ. പോർച്ചുഗലാണ് ടീം.
കാണാറുണ്ടോ? ഫ്രീ ടൈമിലൊക്കെ കാണാറുണ്ട്. സ്കൂളിലൊക്കെ കളിക്കാറുണ്ടോ? ഒരു PT കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം എന്താണ്? ഫുട്ബോൾ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഓൺലൈൻ ഗെയിമോ? മൈൻക്രാഫ്റ്റ്, റോബ്ലോക്സ്. വേറെ എന്താണ് ഹോബീസ് എനിക്കിന്റെ? ഞാൻ ഡ്രോയിങ് ചെയ്യും. പിന്നെ ഫ്രീ ടൈമിൽ TV കാണും. പിന്നെ സൈക്കിൾ ഓടിക്കും. പുറത്തേക്കൊക്കെ പോകാറുണ്ടോ? ഡൽഹി ട്രിപ്പ് പോയി വന്നു. ഹെറിറ്റേജ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്തൊരു ടൂറായിരുന്നു. ഓക്കെ. അതിലൊരു ട്രിപ്പ് ഫാമിലി പോയതാണ്. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ടോപ്പിക് ഒക്കെ എന്താണ്? സോളാർ സിസ്റ്റം, സ്പേസ്. അതാണ് എനിക്ക് കൂടുതൽ ക്രേസ് ഉള്ളത്. കാരണം ഇപ്പോൾ പ്ലാനറ്റ്സ് തന്നെ ഭയങ്കര മിസ്റ്ററി ആയിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ തന്നെ വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ജൂപ്പിറ്റർ പറഞ്ഞ പ്ലാനറ്റ് അവിടെ ഉണ്ടോ, അതൊരു മിസ്റ്ററി ആണോ, അങ്ങനെ ഇല്ലേ, ഉണ്ടോ, അങ്ങനെ അത് ഞാൻ ഗൂഗിളിലും മറ്റേതൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ പഠിക്കുകയാണ്. എല്ലാ പ്ലാനറ്റ്സിനെയും അതേപോലെ പ്ലാനറ്റ്സിൻ്റെ സോളാർ സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള ഗാലക്സീനെയും ബ്ലാക്ക് ഹോളിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. എത്ര പ്രായം തൊട്ടാണ് ഇതോട് ക്രേസ് വന്നു തുടങ്ങിയത്? 5-6 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് എനിക്ക് ഒരു ക്രേസ് വന്നത്. എന്നിട്ട് അങ്ങനെ തോന്നിയതാണ് എങ്ങനെ പ്ലാനറ്റ് ഇരിക്കുന്നു, എങ്ങനെ ഭൂമിയിൽ ജീവൻ വന്നു, എങ്ങനെ വെള്ളം വന്നു. അതിനൊക്കെ ഉത്തരം കിട്ടിയോ? അതിനൊക്കെ ഉത്തരം ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കിട്ടിയ ഉത്തരം കൊണ്ട് ഞാനൊരു ബുക്ക് എഴുതി. അതാണ് ആകാശവിസ്മയം എന്നാണ് ആ ബുക്ക്. ആകാശവിസ്മയം തീർച്ചയായും ഞാൻ വായിക്കും, വായിക്കുന്നു. അതിന് സ്പേസിനെ പറ്റി ഇന്ത്യത്തെ ഫസ്റ്റ് സാറ്റലൈറ്റ് ഇതുണ്ട്. പിന്നെ ISRO, നാസ, റോക്കറ്റൊക്കെ ഫസ്റ്റ് ഇന്ത്യൻ റോക്കറ്റ്, അങ്ങനെയൊക്കെ ചന്ദ്രയാൻ 3, ചന്ദ്രയാൻ 1, 2 അതൊക്കെയാണ് ഞാൻ മെയിനായി നോക്കാറുള്ളത്. അതാണ് എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കായിട്ടുള്ളത്. അതിൽ ആരാണ് റോൾ മോഡൽ? ഇലോൺ മസ്ക് ഒരു അമേരിക്കൻ ആളാണ്, വേൾഡ് റിച്ചസ്റ്റ് മാൻ. അയാൾ കുറേ സ്പേസ് ടെസ്റ്റുകളും അതിനെപ്പറ്റി സ്റ്റഡീസൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അതേപോലെ കണ്ടിട്ട് ആണ് സ്പേസ് ഒരു ടോപ്പിക്ക്. ഇപ്പോൾ മോഡലിങ്ങും ആക്ടിങ് എല്ലാം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ദേവിക്കിന് വേറെയുള്ള ആഗ്രഹം സ്പേസ് റിലേറ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റൽസ് എല്ലാം അറിയാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അറിയാവോ? ഓൾമോസ്റ്റ് അപ്പം അറിയാവുന്നതൊക്കെ ഒന്ന് പറയാമോ? കേരളത്തിൻ്റെ തിരുവനന്തപുരം, തമിഴ്നാട് ചെന്നൈ, ആന്ധ്രാപ്രദേശ് അമരാവതി, തെലങ്കാന ഹൈദരാബാദ്, കർണാടക ബംഗളൂരു, മഹാരാഷ്ട്ര മുംബൈ, ഗുജറാത്ത് അഹമ്മദാബാദ്, മധ്യപ്രദേശ് ഭോപ്പാല്, ഡൽഹി ന്യൂഡൽഹി, പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ്, ജമ്മു കാശ്മീർ സമ്മറിൽ ജമ്മു, വിന്ററിൽ കാശ്മീർ, ലഡാക്കിൽ ലേഹ്, ഉത്തർപ്രദേശിൽ ലക്നൗ, വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത, സിക്കിമിൽ ഗാംഗ്ടോക്ക്, ബീഹാറിൽ പാട്ന. ഓക്കെ. അടിപൊളി അടിപൊളി. പേജിംഗ് ഷോ ആണോ ഡിസൈനിങ് ഷോ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇഷ്ടമാണ്, രണ്ടും ഇഷ്ടമാണ്. കൂടുതൽ എനിക്ക് പേജന്റാണ് ഇഷ്ടം. എന്താ പേജന്റിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം നമുക്ക് സബ് ടൈറ്റിൽ ഫസ്റ്റ് സെക്കൻഡ് ഇല്ലായിരുന്നു ഒന്നെങ്കിലും നമുക്ക് കിട്ടും. ആദ്യം നമ്മളെ ഇൻസ്പിറേഷൻ കൊടുക്കും, കോൺഫിഡൻസ് ഇൻക്രീസ്. അപ്പം ഡിസൈനർ ഷോ എന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂം ട്രൈ ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിളാണ്. ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഏതാ? എത്തിനിക്കും ട്രഡീഷണൽ. എനിക്ക് മോഡേൺ ഡ്രസ്സാണ് കുറച്ചും കൂടി. ഇത്ര മോഡേൺ ആണ്, മീഡിയം ലെവലിലുള്ള മോഡേൺ. ഓക്കെ. സിനിമകളിലൊക്കെ അഭിനയവും ഡബിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് അതിലൊരു പൂർണ്ണത ഉണ്ടാവുന്നത്. അപ്പം മിക്ക ആൾക്കാരും അഭിനയം ചെയ്യുന്നതാണെങ്കിലും ഡബിങ് ചെയ്യുന്നത് വേറെ ആർട്ടിസ്റ്റുകളായിരിക്കും. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നവർ വളരെ കുറച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവിക്കിന് അങ്ങനെ എങ്ങനെയായിരുന്നു അനുഭവം ഉണ്ടായിരുന്നത്? ഡബിങ് ഒക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ട്? മലയാളം മൂവി ഡബിങ് ആണ് തന്നെയാണ് ചെയ്തത്. ഓക്കെ. ആദ്യം ഡബിങ് ടെൻഷൻ ഉണ്ടായിരുന്നത് എങ്ങനെ ഫസ്റ്റ് ടൈമായിരുന്നു എങ്ങനെ ഡബ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഒരു സ്ക്രീനിൽ അവരെ ഷോർട്ട് കാണിക്കുന്നു. ആ മൂമെന്റിൽ ഞാൻ അവർ ഡയലോഗ് പറയുന്നു, ആ മൂമെന്റിൽ ഞാനത് പറയുന്നു. അപ്പോൾ മാക്സിമം ഞാൻ മൂമെന്റിനനുസരിച്ച് പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആവും. ഈ മൂമെന്റ് മാത്രമാണോ ഇപ്പം നമ്മളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഇമോഷൻസും കൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ
ഡബ് ചെയ്തിട്ടുള്ളൂ. ഡബ് ചെയ്യാൻ ഫണ്ണായിരുന്നു. അത് ഡയറക്ടറുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു സ്റ്റുഡിയോ ആണ്. അവിടെ വെച്ചായിരുന്നു ഡബ്. ദേവിക്കിന് ഏതെങ്കിലും സിനിമയിലെ കഥാപാത്രം എനിക്കിത് ചെയ്താൽ കൊള്ളായിരുന്നു, ഞാനിത് ചെയ്ത് അടിപൊളിയാക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരു ആഡ് ഉണ്ടായിരുന്നു. അതിൽ ടൂത്ത് പേസ്റ്റിന്റെ ആഡാണ്, കോൾഗേറ്റ്. ആ ആഡിൽ പേര് കാര്യമില്ല, കോൾഗേറ്റിന്റെ അതിലൊരു ടീത്തിന്റെ പ്രശ്നവും ആ ഒരു വാഴക്കും അതൊക്കെ നന്നായി ചെയ്തു. അടിപൊളിയായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ദേവിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. മൂവീസ് വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഷോക്കായി ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അപ്പോൾ കാണാതെ പറഞ്ഞിട്ട് ആ വിഷയം നന്നാവുമെന്ന് തോന്നിയിട്ടുണ്ട്. ദേവിക്കിന്റെ ഇപ്പൊ ഈ പുതിയ പ്രൊജക്ട് ഏതാണ്? കുറേ ഷോർട്ട് ഫിലിമുകളുണ്ട്. അഗ്നി പറഞ്ഞ മൂവി ഉണ്ട്. അത് വിവിൻ നമ്പ്യാരുടെ ഒരു മൂവിയാണ്. അവരുടെ സെക്കൻഡ് മൂവിയാണ്. അതിൻ്റെ പ്രാക്ടീസുകാരെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ പങ്കെടുത്തു. 2 ദിവസമാണ് ഒക്കെ പങ്കെടുത്തു. പിന്നെ പപ്പനരിപ്പൻ്റെ ഒരു മൂവിയുണ്ട്, നെയിം ഇട്ടിട്ടില്ല. അപ്പോൾ അതാണ് അക്കമായിട്ടുള്ള. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദേവിക്ക് അറിയാതുപോലെ ആൻസർ ചെയ്യുക. ദേവിക്ക് നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്ത് ചെയ്യും? ലീവ് എടുക്കോ? എന്തിന്? ആരും ജോലിക്കുകൊണ്ട് 6 ദിവസം അതെന്താ? എല്ലാവരും വെറുതെ ഇരിക്കണോ? ജോലിക്ക് പോകാതെ വെറുതെ ഇങ്ങനെ ഇരിക്കണോ? ആ ദിവസം മാത്രം. ഒരു ദിവസം മാത്രം എല്ലാവർക്കും ലീവ് കൊടുക്കും. സ്കൂളിലും കൊടുക്കും, ഓഫീസിലും കൊടുക്കും. അന്ന് എല്ലാവരും എൻജോയ് ചെയ്ത് വീട്ടിലിരിക്കണം. BJP തീരുമാനിച്ചിട്ടില്ല. ഡോറ ബിജിയാണ് കാണാറുണ്ടായിരുന്നോ? ചെറിയ കുട്ടിയായിരുന്നു കാണാറുണ്ടായിരുന്നോ? വിജയല്ല ഡോറ. ചവിട്ടിയാൽ തെന്നി വീഴുന്ന രാജ്യം. കുസൃതി ചോദ്യമാണ്. ചവിട്ടിയാൽ തെന്നി വീഴുന്ന രാജ്യം ഗ്രീസ്. കുസൃതി ചോദ്യമാണ്. ചവിട്ടിയാൽ വീഴും. ഏത് കോണ്ടിനെന്റാണ്? ഭൂമിയിൽ തന്നെ അല്ലേ? അതെ അതെ. ഭൂമി തന്നെ. ഓക്കെ, കടം പിടിച്ചു. കിട്ടുന്നില്ല അല്ലേ? ഗ്രീസ്. ഗ്രീസ് എന്താ? ഗ്രീസില് ഒരു തെന്നി വീഴും. ചവിട്ടിയാൽ നമ്മൾ ഒപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഉപയോഗിക്കും. അതല്ലാതെ മീൻകറിയൊക്കെ ഒപ്പിക്കാനായിട്ട് ഗ്രീസ് ഉപയോഗിക്കും. വീടി കളിക്കാനാണ് പിണറായി വിജയൻ. പണ്ടത്തെ രാജഭരണമാണോ അതോ ഇപ്പോഴത്തെ ഭരണമാണോ വീടിന് ഇഷ്ടം? ഇപ്പോഴത്തെ ഭരണമാണോ? അതെന്താ? അവർക്ക് തോന്നിയാൽ അപ്പൊ രാജഭരണമാണെങ്കിലും രാജാവിന്റെ ഇപ്പൊ ആകുമ്പോ തോന്നിയ മാതിരി ജീവിക്കാം. സൂപ്പർകാസൊക്കെ ഏതാ ഇഷ്ടം? എനിക്ക് കുറച്ചായിരുന്നു പറഞ്ഞത് സൂപ്പർകാസിനെ പറ്റി. രണ്ടാൾക്കാർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അതെന്താ? അതങ്ങനെയാണ്. 2 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളോ? നല്ല സ്പീഡാണ്. അതുകൊണ്ടാണ് എനിക്ക് സൂപ്പർ കാർ ഇഷ്ടം. അപ്പം ഭാവിയിൽ ഏതെങ്കിലും കാർ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഭാവിയില് പറക്കണോ? പറക്കണ കാറോ? ഉണ്ടെങ്കിൽ അതെടുക്കും. ഞാൻ കുറച്ച് അങ്ങോട്ട് ചോദിക്കാം. ഇന്ത്യനെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഫസ്റ്റ് പ്രസിഡന്റ്. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് അറിയില്ല. രാജേന്ദ്ര പ്രസാദ്. സ്വാതന്ത്ര്യം കിട്ടിയത് 1947. മന്തോ? നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? അതെന്നാ എനിക്കറിയാം. പക്ഷെ ഇതിനോടെല്ലാം മറന്നു പോവാണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. കേരളത്തിലത്തെ ഫസ്റ്റ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഈ വെച്ചിട്ടുണ്ട്, EMS. അതൊക്കെയാണ് ഞാൻ ചെറുതാവുമ്പോൾ വലുതാണ്, പക്ഷെ വയസ്സാവുമ്പോഴും ഞാൻ ചെറുതാവും. ചെറുതാവുമ്പോൾ എന്നായി
പാർട്സാ? അറിയില്ല. പെൻസിലും വഴുതിയും. ഓ, വാങ്ങുമ്പോൾ വലുതാകും, എന്നിട്ട് അത് ഉപയോഗിച്ചതിന് ശേഷം ചെറുതാകും. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡേവിഡ്. ഡേവിഡ് വളർന്നു വരുന്ന ഒരു മോഡലാണ്, ആക്ടറാണ്. അപ്പൊ പുതുതായിട്ടൊരു അപ്കമിങ് മൂവി വരുന്നുണ്ട്, അഗ്നി. എല്ലാവരും വാച്ച് ചെയ്യാം. അപ്പൊ ഡേവിഡിന് മുന്നോട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. പിന്നെ ഡേവിഡിന് എന്താണ് നമ്മോട് പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു?